അതെ ആ ശരത്ന്ന് പറഞ്ഞോണ്ടല്ല 10 ലക്ഷം വാങ്ങിച്ചിട്ട് വർഷം രണ്ടാം കഴിഞ്ഞതിട്ടാ. പലിശ ഇല്ല മുതലും ഇല്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാലേ ശരിയാവില്ല. എനിക്കിനൊന്നും നോക്കാനില്ല. ആ രക്തൻ ജാഫർ എന്നിട്ടൊരു കുണ്ടുണ്ട്. ആളെ ഞാൻ കൊട്ടേഷൻ ഏൽപ്പിക്കാൻ കുഴപ്പമാണ്. ബാക്കി ആള് നോക്കിക്കോളും കേട്ടാ. ചേട്ടാ ആരിതിൽ രക്തൻ ജാഫർ? അത് ഞാനാ ചേട്ടാ. എനിക്ക് കൊടുത്തിനടുത്ത് 10 ലക്ഷം രൂപ തരാനുണ്ട്. അവരൊരു നല്ല പണി കൊടുക്കണം. 10 ലക്ഷം മേടിച്ചിട്ട് നിങ്ങൾ 5 ലക്ഷം എടുത്തു. ഈ ആളെ കൊണ്ടുവന്നിട്ടാ ആശാനിനി പെണ്ണാനല്ല കൊട്ടേഷനാ. എന്റെ ആശാനെ കുറിച്ച് നിനക്ക് അറിയാണ്ട. ആശാന്റെ കഴിവുകൾ നിനക്കറിയോ? കൂള് വെച്ചിട്ട് ചോറ് തിന്നും, ഹാൻസ് വെട്ടി തിളപ്പിച്ച് കുടിക്കും, കഞ്ചാവ് മറ്റേ ആവിയിലിട്ടിട്ട് ആവി ഇങ്ങനെ പിടിക്കും. അല്ല പെണ്ണിനെ പട്ടിയെ കൊല്ലുകൊണ്ട് തല്ലും. അതങ്ങനെയുണ്ട്. അപ്പൊ ചേട്ടന്റെ കല്യാണം കഴിഞ്ഞാണല്ലേ? കല്യാണം കഴിച്ചിട്ടുണ്ടോന്നാ? എൻ്റെ ഒരു ശിഷ്യം വന്നിട്ട് ആന്റി കുറ്റി എന്ന് പറഞ്ഞിട്ടൊരു മദ്യം കൊണ്ടുവന്നു. ആശാനത് ഒറ്റയ്ക്ക് ഇരുന്ന് അടിച്ചു. അടിയോട് അടി. അപ്പുറത്തെ വീട്ടിലെ ഒരു ആന്റിയുടെ വീട്ടിലേക്ക് ചാടി. ഇപ്പൊ ആന്റിയുടെ ഭർത്താവും കുട്ടികളും എന്റെ ആശാന്റെ തലയല്ല. ആശാനാള് പൊളിയാ. ഇത്ര വലിയ ഗുണ്ടേറ്റാ കൊമ്പം വിസൊക്കെ അവിടെ. അത് ഞങ്ങൾ ചെലവാശില്ലാതാരേ വാടക കൊടുത്തിരിക്കുക. ഇപ്പൊ അല്ലാണ്ട് ചോദ്യം ഒന്നും വേണ്ടട്ടാ. അവന്റെ കളി ഉണ്ടല്ലോ. അല്ലെങ്കിൽ ആശാന് രക്തൻ ജാഫറിന് വരുന്നത്. ആശാന് മറ്റേ ഫ്രൂട്ടി പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. വലിച്ചു കുടിക്കുന്ന മറ്റേ തന്നെ. അപ്പൊ ഈ ഫ്രൂട്ടി മേടിക്കാൻ ആശാന്റെ കാശില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യും? രക്തം കൊടുക്കാൻ വേണ്ടി പോകും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അപ്പൊ ഫ്രൂട്ടി കിട്ടും. അപ്പൊ അവിടെ ഫ്രൂട്ടി കിട്ടും. അങ്ങനെ വന്ന പേരാ രക്തൻ ജാഫർ. ആശാന് മറ്റോനല്ലേ അന്ന് കൊട്ടേഷൻ 10 ലക്ഷത്തിന്റെ? ആരിന്റെ അവൻ ഗതിയില്ലാത്തോന്ന് തോന്നിട്ട് അന്നിട്ട് ഷട്ടറിട്ട് വന്നിട്ടുള്ളൂ. കിട്ടും വയറൻ. കുത്തിപ്പൊട്ടിക്കേണ്ടി വരും ആശാനത്. പക്ഷെ വയറ് കുത്തി പൊട്ടിക്കണ ചെയ്യേണ്ടി വരും. എന്താ ആശാൻ നമ്മളെ കാര്യം? എന്താ അവന്റെ കാര്യം? ആശാനെ അവൻ നമുക്ക് 10 ലക്ഷത്തിന്റെ കൊട്ടേഷൻ തന്നില്ലേ? അതിൽ 5 ലക്ഷം നമുക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന. 5 ലക്ഷം ഞാൻ അമ്മ മേടിച്ചു. അത് നമ്മ ഞാൻ അവന്റെ 5 ലക്ഷം അവിടെ കിടക്കുന്നുണ്ട്. അത് കിട്ടാന്നുണ്ടെങ്കിൽ ഇനി 2 ലക്ഷം തരേണ്ടി വരും. അല്ലപ്പ ബാക്കി 5 ലക്ഷം കിട്ടണമെങ്കിൽ ഇനി 2 ലക്ഷം കൂടി അങ്ങോട്ട് തരേണ്ടി വരുമോ? അതെന്തായാലും നീ തരേണ്ടി വരും. എന്റെ അമ്മ അതുമില്ല ഇതുമില്ല.